ഒരു നിലപാട് ഞാൻ പറഞ്ഞു. ഞാൻ ഇപ്പോൾ സുഹൃത്താണെന്ന് നിങ്ങൾ പറഞ്ഞു. അപ്പം നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഭരണപക്ഷത്തും പ്രതിപക്ഷത്തും ഇരിക്കുന്ന കുറച്ച് ആൾക്കാർ ഇതിനു വേണ്ടി, അല്ലെങ്കിൽ കുറേയധികം ആൾക്കാർ ഇതിനു വേണ്ടി ഇറങ്ങുന്നുണ്ട്. അതായത് ഈ യുവ നേതൃത്വ നിരയെ ഉന്മൂലനം ചെയ്യാൻ. എന്തിനാണെന്നറിയാം? അടുത്ത ഭരണം ഇനി കോൺഗ്രസ്സിലാണ് കിട്ടുന്നെങ്കിൽ മന്ത്രിസ്ഥാനത്തേക്ക് ഒരു യുവജന നേതാവും കടന്നു വരാതിരിക്കാൻ. ഈ പ്രവർത്തന പാരമ്പര്യം എന്ന് പറഞ്ഞ് കംപ്ലീറ്റ് യുവ നേതാക്കന്മാരെ അടിച്ചൊതുക്കുക. ഇവിടെ ആകെ 1, 2, 3 വിരലിലെണ്ണാവുന്ന നേതാക്കന്മാരെ അവയെ നമ്മുടെ കോൺഗ്രസ്സിലായാലും മറ്റു പാർട്ടികളിലായാലും ഒരൊറ്റ ചെറുപ്പക്കാർക്ക് ഇവർ പരിഗണന കൊടുക്കുന്നുണ്ടോ? ഇവിടെ കയറി വരുന്ന ഏത് മന്ത്രിസഭയായാലും ഭരിക്കുന്നവരായാലും പ്രതിപക്ഷമായാലും ഈ ചെറുപ്പക്കാർക്ക് എന്തെങ്കിലും കൊടുക്കുന്നുണ്ടോ? ഒരാളെ മാറ്റി നിർത്തിക്കോ നിങ്ങൾ, ബാക്കിയുള്ളവരെ നിങ്ങൾ എടുത്തോ. ഈ തൊണ്ടന്മാരല്ലാണ്ട് ആരാണ് നിങ്ങൾ ഈ നേതൃത്വ